പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ പ്രതി സൈനിക ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളം ശേഖരിച്ചു. വി അരുൺ ഏറെ പാങ്ങോടൊക്കെ ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. DJ പാർട്ടിയൊക്കെ നടന്ന സമയത്ത് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കും കള്ളൻ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? നേരത്തെ തന്നെ ക്യാമ്പിലുള്ള ആരുടെയും സഹായമില്ലാതെ ഇത് നടക്കുന്ന വിനയത്തിലുണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ക്യാമ്പിനുള്ളിലുള്ള ആളുടെ സഹായത്തോടെ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിലെ ഈ DJ പാർട്ടിക്ക് എത്തിയ 18ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവരെ ആർക്കും ഇതിൽ പങ്കില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പകരം ഈ ക്യാമ്പിലുള്ള ഒരാളെ തന്നെയാണ് സംശയിക്കുന്നത്. ഈ DJ പാർട്ടിക്ക് എത്തിയ ആളുകളുടെ അടക്കം അടയാളമെടുത്ത് പരിശോധിച്ചു. ഫോറൻസിക് പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന ആളുടെ അടയാളവും പരിശോധിച്ചിട്ടുണ്ട്. അയാളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. വൈകാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പൂജപ്പുര പോലീസ് വ്യക്തമാകുന്നത്. പോലീസ് പ്രതിയിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. ക്യാമ്പിലുള്ള ആൾ തന്നെയാണ് ഇതിന് പിന്നിൽ. അതൊരു സൈനികർ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ അവിടുത്തെ കരാർ ജീവനക്കാരും ഒക്കെ മെസ്സിലടക്കമുണ്ട്, അവരിൽ ആരെങ്കിലും ആണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത ഇതുവരെ വരുത്തിയില്ല. പക്ഷെ കൃത്യമായി പോലീസ് പ്രതിയിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാകാൻ. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.